ആരെങ്കിലും എനിക്ക് പൈസ ഉള്ള ഒരു കാലം വേണമെങ്കിൽ ഞാൻ സൈക്കോളജിസ്റ്റിനോ ഇപ്പൊ നിങ്ങൾ എന്നെ കൂടെ മെന്റൽ പേഷ്യന്റ് ആക്കാൻ വേണ്ടി ഹെൽത്ത് ട്രീറ്റ്മെന്റ് എടുക്കുന്നതിനൊന്നും എനിക്കൊരു കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ആരെങ്കിലും എന്നെ വിളിച്ച് പറയോ ഇപ്പൊ ഫ്രീ ആയിട്ടൊക്കെ ഏതെങ്കിലും സൈക്കോളജിസ്റ്റ് സൈക്കാട്രിസ്റ്റോ ഒക്കെ ഇപ്പൊ പറയുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഒരു വ്യക്തത അങ്ങനെ ജോലി ചെയ്ത് ജീവിച്ച ഒരാളെ നിങ്ങൾ വേണ്ടിന്ന് പറയരുത്. അത് സീരിയസ് ആയിട്ട് ഭയങ്കര മോശമാണ്. കാരണം ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ ജീവിതം അങ്ങനെ കഷ്ടപ്പെട്ടാ ജീവിച്ചത്. ഞാൻ ഒരു മുന്നിൽ കരഞ്ഞിട്ടില്ല. അവന്റെ അമ്മയുടെ കരച്ചിൽ കണ്ടതിന് അറിഞ്ഞൂലേ അത് കള്ളക്കരച്ചിലാണെന്ന്. ദീപകിന്റെ അമ്മയുടെ എന്റെ അമ്മ പറഞ്ഞ അങ്ങനെ എന്റെ അമ്മ പറഞ്ഞത് പറഞ്ഞാൽ അത് കള്ളക്കരച്ചിലാണെന്ന് അമ്മയ്ക്ക് തോന്നിയെന്നാ. ഇപ്പൊ ചെകുത്താനെ വിളിച്ചപ്പോ ചെകുത്താനും പറഞ്ഞത് കള്ളക്കരച്ചിലാന്ന് തോന്നി. എന്റെ വേറൊരു ഫ്രണ്ടിനെ വിളിച്ചു, അയാളും പറഞ്ഞ കള്ളക്കരച്ചിലാന്ന് തോന്നി. എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കിട്ടുന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ശ്രീലക്ഷ്മി അറക്കലാണ്. ഞാൻ സാധാരണ ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും എടുക്കാറില്ല കേട്ടോ. പക്ഷേ ഇതൊന്ന് എടുക്കണമെന്ന് തോന്നി. എന്നാന്ന് ചോദിച്ചാൽ ദീപകിൻ്റെ വിഷയം നടന്ന സമയത്ത് തന്നെ ഈ ശ്രീലക്ഷ്മി അറക്കൽ ഒരുപാട് മോശമായിട്ട് നെഗറ്റീവായിട്ട് ദീപക് എന്ന് പറഞ്ഞ ആൾ ഈ ലോകത്തു നിന്ന് പോയതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ ഫാമിലി ഒരുപാട് മോശമായിട്ട് പറഞ്ഞു കേട്ടോ. അപ്പം മറ്റുള്ളവരെ പറയുമ്പം അവർക്ക് വേദനിക്കുന്നതിന് അവർക്ക് വിഷയമില്ല, അത് പ്രശ്നമല്ല. അതേസമയം ഇവരെ പറഞ്ഞപ്പം ഇവർക്കത് ഫീലായി, ഇവർക്കത് വിഷമായി, നിങ്ങളങ്ങനെ പറയില്ല എന്ന് പറഞ്ഞ് അവർ സങ്കടപ്പെട്ടു. ഇതുപോലെ തന്നെയാണ്. പക്ഷേ ഇവർ ഈ സങ്കടപ്പെടുന്നതിൽ എനിക്ക് സാധാരണ ഒരു മനുഷ്യരുണ്ടല്ലോ കരയുന്ന കാണുമ്പോൾ എനിക്ക് വിഷമം വരും പെട്ടെന്ന്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് അവരോടൊരു സെൻറ്റി, അതിപ്പോൾ എൻ്റെ ഒരു ശത്രുവാന്ന് പറഞ്ഞാൽ പോലും എനിക്ക് അവരോട് പെട്ടെന്നൊരു സഹതാപം തോന്നും. പക്ഷേ പുള്ളിക്കാരി കരയുന്നതായിട്ട് എനിക്കൊരു വിഷമം തോന്നിയില്ല. കാര്യം പുള്ളിക്കാരി തന്നെ വരുത്തി വെച്ചതിലൂടെ കിട്ടിയ പേരാണ് ഈ ടപ്പേ എന്നുള്ള പേര്. അല്ലാതെ വേറെ ആരും ചുമ്മാ കയറി വിളിച്ചതല്ല, ഒരു തെറ്റ് ചെയ്യാതോ അല്ലെങ്കിൽ അങ്ങനൊരു ഇത് പറയാതെ ഒന്നുമല്ല. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ മീഡിയയുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ എന്നതൊക്കെയാണ് പറയുന്നതെന്നുള്ളത് ഇവർക്ക് തന്നെ അറിയത്തില്ല. ഒരു പെണ്ണാന്നുള്ള ചിന്ത പോലും ഇല്ലാതാണ് പല കാര്യങ്ങളും പറയുന്നത്. അത് ഇപ്പോൾ തൊട്ടല്ല, ഇതിന് മുന്നേ തൊട്ടുള്ള ഇവർ പല വീഡിയോസ് എടുത്ത് നോക്കിയാൽ ശ്രീലക്ഷ്മി അറക്കിൽ നിന്ന് യൂട്യൂബിൽ അടിച്ചാലും കിട്ടും, ഫേസ്ബുക്കിലൊക്കെ അടിച്ചാൽ കിട്ടും. ഇവർ പറയുന്ന വാക്കുകൾ കേട്ടാൽ അറപ്പ് വരും. നമുക്ക് ഇതിനകത്തൊന്നും കാണിക്കാൻ പോലും പറ്റത്തില്ല. അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവർ ഒരുപാട് ആണുങ്ങളുടെ കൂടെ പോയിട്ടുണ്ടെന്നും ഒരുപാട് ആണുങ്ങളോട് ഇവർക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ടെന്നും അങ്ങനെയുള്ളവരുടെ കൂടെ ഇവർ പോയിട്ടുണ്ടെന്നും ഒക്കെ. അങ്ങനെയുള്ളവരൊക്കെയാണ് ഇങ്ങനത്തെ പേര് വിളിക്കുന്നത്. അങ്ങനെയുള്ളവർ ഇങ്ങനത്തെ പേര് വിളിക്കില്ലെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അങ്ങനെയുള്ളവർ പൊതുജനം അങ്ങനെയൊക്കെ വിളിക്കും. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വിളിച്ച് പറയാതിരിക്കുക. മാധ്യമങ്ങളുടെ മറ്റ് ഒരു മീഡിയസിൻ്റെ മുന്നിലൊക്കെ വന്നിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് പറയാതിരിക്കുക. പറഞ്ഞു കഴിയുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നത്. ദീപകിൻ്റെ കാര്യത്തിൽ തന്നെ എനിക്ക് ഇവരോട് അത്രയ്ക്ക് ഇതിനു ഞാൻ ഇവരെ മൈൻഡ് ചെയ്യത്തില്ലായിരുന്നു കേട്ടോ. എനിക്ക് ഇവരെന്നേലും കിടന്ന് കാണിക്കട്ടെ, നമ്മളെ ബാധിക്കുന്ന കാര്യമൊന്നുമില്ല. അതൊക്കെ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അവർ കിടന്ന് കാണിക്കുവോ എടുക്കുവോ എന്നാ വേണമെങ്കിലും കാണിച്ചിട്ട് ആരുടെ കൂടെ പോറുക്കുകയൊക്കെ ചെയ്യട്ടെ, അത് നമുക്ക് വിഷയമല്ല. പക്ഷേ ഇവർ ദീപകിൻ്റെ വിഷയം വന്നപ്പോഴത്തേക്കുണ്ടല്ലോ, ഒരു മകൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരമ്മയ്ക്കുണ്ടാകുന്ന വേദന എന്നാന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരമ്മയാകണം. കാര്യം ഇവൾക്ക് പ്രസവിക്കാനോ കുഞ്ഞുങ്ങളെ വളർത്താനോ അങ്ങനൊന്നും ഇവർക്ക് താല്പര്യമില്ലെന്ന് ഇവൾ തന്നെ പറയുന്നുണ്ട്. എനിക്ക് അതിനൊന്നും താല്പര്യം. പിന്നെ ഒരു കുഞ്ഞുണ്ടായാലും അതിന് തന്ത വേണ്ടെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ഒരു കുഞ്ഞുണ്ടായാലും അതിന് തന്ത വേണ്ട എന്ന് പറയുന്നൊരിതാണ്. കാര്യം പുള്ളിക്കാരുടെ ബാല്യകാലം അങ്ങനെയായിരുന്നെന്നാണ് പറയുന്നത്. തന്തയില്ലാതെ വളർന്നെന്നുള്ളത് പുള്ളിക്കാരി തന്നെ പച്ചയ്ക്ക് പറയുന്നുണ്ട്. തന്തയെ പറ്റിയൊക്കെ വളരെ മോശമായിട്ടാണ് പറയുന്നത്. അങ്ങനെ നമ്മളൊക്കെ സാധാരണ ഒരപ്പൻ്റെ ലേബൽ എന്ന് പറയുന്നത് അതൊരു ക്രെഡിറ്റായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നവരാണ്. പക്ഷേ പുള്ളിക്കാരി ആ ഒരു ലേബൽ ഇല്ല എന്ന് പറയുന്ന ഒരു ക്രെഡിറ്റായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടായിരിക്കാം ഇവരെ ഇത്രയും മനുഷ്യർ പറഞ്ഞത്. പിന്നെ ഇവർ ദീപകിൻ്റെ അമ്മയുടെ ആ കാര്യം പറഞ്ഞതും അച്ഛനെ പറഞ്ഞതും എനിക്ക് വല്ലാതെ അങ്ങോട്ട് ഫീലായി കേട്ടോ. എനിക്കും ഉണ്ടൊരു മകനുണ്ട്, മകളും ഉണ്ട്. നമുക്ക് ഒരു കുഞ്ഞുങ്ങൾ നമുക്ക് അതുങ്ങൾ വരാൻ താമസിച്ചാൽ ഒരമ്മയ്ക്കുണ്ടാകുന്ന വിഷമവും വേദനയും അല്ലെങ്കിൽ അതുങ്ങൾക്ക് ഒരു അസുഖം വരുമ്പോൾ അതിനൊക്കെ നമുക്കുണ്ടാകുന്ന ആ ഒരു ഫീലിങ്സ് എന്നുള്ള ഒരു അമ്മയാകണം. എന്നാലേ അത് മനസ്സിലാവുകയുള്ളൂ. അമ്മയായാൽ മാത്രം പോരാ, മക്കളെ സ്നേഹിക്കുകയും കൂടെ ചെയ്യണം. എന്നാലേ നമുക്കത് ആ ഒരു വിഷമം മനസ്സിലാവുകയുള്ളൂ. പുള്ളിക്കാരി ആ സമയത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് കേട്ടതിന് ശേഷം നമുക്ക് പുള്ളിക്കാരുടെ കരച്ചിലും പിഴിച്ചിലും ഒക്കെ ഒന്ന് കാണാം. എനിക്ക് പൈസ ഉള്ള കാലം വേണമെങ്കിൽ ഞാൻ സൈക്കോളജിസ്റ്റിനോ ഇപ്പൊ നിങ്ങൾ മെന്റൽ പേഷ്യന്റ് ആക്കാൻ വേണ്ടി ഹെൽത്ത് ട്രീറ്റ്മെന്റ് എടുക്കുന്നതിനൊന്നും എനിക്കൊരു കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ആരെങ്കിലും വിളിച്ച് പറയോ ഫ്രീ ആയിട്ടൊക്കെ ഏതെങ്കിലും സൈക്കാട്രിസ്റ്റോ ഒക്കെ പറയുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഒരു വ്യക്തത, അത് തോന്നിവാസം പറയുന്ന ഒരു പ്രവണത മാറ്റി കഴിഞ്ഞാൽ പ്രശ്നം തീരാനുള്ളൂ. സൊസൈറ്റിയിൽ ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അത് താങ്കളുടെ ഇഷ്ടം. താങ്കളും ഐശ്വര്യ രാധൻ ലക്ഷ്മി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് ദീപക് മരിച്ചതിൽ അവന്റെ അമ്മയ്ക്ക് ചിലപ്പോൾ സങ്കടം ഉണ്ടാവും. ആ സങ്കടത്തിൽ ഞാൻ യോജിക്കുന്നു. അവന്റെ അച്ഛൻ കരയുന്നത് സങ്കടം കൊണ്ടല്ല, നാണക്കേട് ഓർത്തുകൊണ്ടുള്ള കരച്ചിലാണ്. എനിക്ക് അങ്ങനെയാണ് പറയാൻ തോന്നുന്നത്. അവന്റെ അമ്മ കരച്ചിൽ കണ്ടതിന് അറിഞ്ഞൂലേ അത് കള്ളക്കരച്ചിലാണെന്ന്. ദീപകിന്റെ അമ്മ എന്റെ അമ്മ പറഞ്ഞ അമ്മ പറഞ്ഞത് അത് കള്ളക്കരച്ചിലാണ് അമ്മയ്ക്ക് തോന്നിയത്. ചെകുത്താനെ വിളിച്ചപ്പോൾ ചെകുത്താനും പറഞ്ഞത് കള്ളക്കരച്ചിലാന്ന് തോന്നി. എന്റെ വേറെ ഫ്രണ്ടിനെ വിളിച്ചു, അയാൾ പറഞ്ഞ കള്ളക്കരച്ചിലാന്ന്. അപ്സ കെ റിജി എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീഡിയോ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്, ഭയങ്കര വൈറലായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടുണ്ടോ താങ്കൾ? ഞാനത് ജസ്റ്റ് കണ്ടില്ല, ഞാൻ അനലൈസ് ചെയ്തിട്ടില്ല. അപ്സ കെ റിജിയുടെ വൈറലായ വീഡിയോ ആണ്. ഇതിലെവരെയാണ് ആ വീഡിയോ കണ്ടു? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് തോന്നിയ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനല്ല ജഡ്ജ് ചെയ്യേണ്ട ആൾ. ഇതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ കൊണ്ട് കൊടുക്കുക. പോലീസ് ഇയാളെ വിളിക്കും, എന്നിട്ട് ഇയാളോട് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും അയാൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് സത്യം പറയും. ചോദിച്ചിട്ട് കേസ് വന്നു. ഒരു കേസ് വന്നു. ആ കേസിനകത്ത് റിയൽ ആണ് ഫേക്ക് ആണ് ഞങ്ങൾ എങ്ങനെ തിരിച്ചറിയും? നമുക്കത് തിരിച്ചറിയാൻ പറ്റില്ല. ഒരു കേസ് വന്നെങ്കിൽ അതുവരെ മിണ്ടാതിരുന്ന് തെളിയുമ്പോൾ മാത്രം സംസാരിച്ചാൽ മതി.
ഇതിപ്പോൾ പറയുന്നത് മൊത്തം എന്നാന്ന് ചോദിച്ചാൽ പുള്ളിക്കാരി പബ്ലിക്ക് വന്ന് വെച്ച് ഓരോന്നും എടുത്തടിച്ച് പറയുന്നത് അത് പുള്ളിക്കൊരു പ്രശ്നമുണ്ട്, അത് എന്തെങ്കിലും ഒരു കുഴപ്പം കൊണ്ടായിരിക്കുന്നത് പുള്ളിക്കാരി തന്നെ അങ്ങ് അംഗീകരിക്കുന്നുണ്ട്, അതുകൊണ്ടാണെന്ന്. അപ്പോൾ അവരൊരു ഡോക്ടറെ കാണുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് പുള്ളിക്കാരി പറഞ്ഞത്, ഏതെങ്കിലും ഒരു പൈസ ഇല്ല ഇപ്പോൾ ഒരു ഡോക്ടറെ പോയി കാണാനായിട്ട്, അപ്പം നിങ്ങൾ ആരെങ്കിലും എനിക്ക് പൈസ തരുമോ അല്ലെങ്കിൽ എന്നെങ്കിലും ഡോക്ടർ ഫ്രീ ആയിട്ട് നോക്കാമെന്ന് പറയുകയോ ചെയ്താൽ ഞാൻ ട്രീറ്റ്മെൻറ്റ് തയ്യാറാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദീപകിൻ്റെ അമ്മ കരയുന്ന കണ്ടപ്പം അവരുടെ അമ്മയോട് ചോദിച്ചപ്പോൾ അവരുടെ അമ്മ പറഞ്ഞു അത് ഫേക്കാന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് അങ്ങനെ ആകുക? ഒരു മകൻ നഷ്ടപ്പെട്ടു പോയി ഒരമ്മ കരയുന്നത് അതെങ്ങനെ ഫേക്കാകും? അപ്പോൾ ആ അമ്മയുടെ മോളല്ലേ ഇതിങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇവർക്കൊന്നും അറിയത്തില്ല, ഈ ഒരു വിഷമങ്ങളും വേദനകളും ഒന്നും അറിയത്തില്ല. അതുപോലെ അച്ഛനെയും പറയുന്നുണ്ട്, അച്ഛനും മകൻ പോയല്ലോ എന്നോർത്ത് സന്തോഷിക്കുമെന്ന്, ഈ ഒരു മകൻ പോയല്ലോ, ഇതൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെ ഓരോന്നും വായി വരുന്നത് വിളിച്ച് പറയാന്നുള്ളത് പുള്ളിക്കാരി ലാലേട്ടനെ ചീത്ത വിളിച്ചിട്ടുണ്ട്, ദിലീപിനെ ചീത്ത വിളിച്ചിട്ടുണ്ട്, ഇങ്ങനെ എല്ലാവരും കിടന്ന് ചീത്തവിളിയും കാര്യങ്ങളും കുറേ ഫെമിനിസ്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ എന്നാത്തിനാണ് പറയുന്നതെന്ന് ഇവർക്ക് തന്നെ അറിയാൻ പറ്റില്ല. ഇവർക്കൊക്കെ ആണുങ്ങളെ വെറുപ്പാണ്, പക്ഷെ ഇവർക്ക് കൂടെ പോയി കിടക്കുന്നതിന് ഇവർക്ക് വെറുപ്പില്ല. ഇവർക്ക് കൂടെ പോയി കിടക്കുന്നതിനൊന്നും ഇവർക്കൊരു വെറുപ്പുമില്ല, ഒരു ഇഷ്ടക്കേടുമില്ല, ഒന്നുമില്ല, ഇവർക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ആണുങ്ങളെ ഇട്ട് വെറുപ്പാണ് തന്നെ, അവരെ പറ്റി കുറ്റങ്ങൾ പറയാൻ ഇവർക്ക് നേരമുള്ളൂ തന്നെ. ഇവർ തന്നെ പറഞ്ഞാണ്, ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, പക്ഷേ ആ വീഡിയോസ് ഞാൻ ഇതിനകത്ത് അത് ഇടുന്നില്ലേനെ. അതുപോലെ തന്നെ ഇവരോട് ഓരോ ഇൻ്റർവ്യൂവിലും ചോദിക്കുന്നുണ്ട്, ഇവർ ഓരോ വൃത്തികെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അവർ തീരെ മോശമായിട്ടുള്ള, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ക്വാളിറ്റി അറിഞ്ഞായിരിക്കും നമ്മളോട് ഒരാൾ ചോദ്യം ചോദിക്കുന്നത്, ഇല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം ചോദ്യം ചോദിക്കാൻ വരുള്ളൂ, ഒറ്റ പ്രാവശ്യമേ വരുള്ളൂ. അല്ലെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ അവനെ അവിടെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ മൈൻഡ് ചെയ്യാൻ പോകത്തില്ല. അതിന് റിപ്ലൈ കൊടുക്കാൻ നിൽക്കുമ്പോഴാണ് അവർ വീണ്ടും അങ്ങനെയുള്ള ചോദ്യങ്ങളും കൊണ്ട് വരുന്നത്. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനായിട്ട്, ഈ വൃത്തികെട്ട കാര്യങ്ങൾ പറയാനായിട്ട്. ശരിക്കും ഒരുമാതിരി കാര്യങ്ങൾ പറയാൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ നല്ല വ്യക്തമായിട്ട് ഇവരോട് ചോദിക്കുന്നതും പച്ചയ്ക്കാണ്, ഇവർ തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നതും പച്ചയ്ക്കാണ്. അതുകൊണ്ടാണ് ഇവർക്ക് അങ്ങനെ ഒരു പേര് വന്നത്. ഇവർ തന്നെയാണ് വന്നേച്ച് പറഞ്ഞേക്കുന്നത്, അല്ല വേറൊരാൾ പറഞ്ഞതല്ല. ശ്രീലക്ഷ്മി അറക്കൽ ഇങ്ങനെ ഇതുപോലെ ആണുങ്ങളോട് പോയിട്ടുണ്ടെന്ന് വേറൊരാളല്ല പറഞ്ഞേക്കുന്നത്, ഇവർ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഇവർ പറഞ്ഞ് ഇവരുടെ പല ലൈവ് എടുത്ത് വെച്ച് നോക്കിയാൽ നമുക്കറിയാം. നമുക്ക് അത് ഹെഡ്സെറ്റ് വെക്കാതെ അല്ലെങ്കിൽ സൗണ്ട് കുറച്ച് നമ്മൾ മാത്രമായിട്ട് കേൾക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. പിള്ളേരുടെ ഒന്നും മുന്നിൽ വെച്ച് നമുക്കത് എടുക്കാനേ പറ്റത്തില്ല. നമ്മൾ കേട്ടിരിക്കുന്നവർ പോലും വെറുത്ത് പോകും, നമ്മളത് അങ്ങ് കളഞ്ഞു വിടത്തേ ഉള്ളൂ. കാര്യം നമ്മൾ കാണാനും കേൾക്കാനും നിൽക്കത്തില്ല. ഒരു കല്യാണം കഴിച്ചവരാണെങ്കിൽ പോലും അവർക്ക് പോലും താല്പര്യം തോന്നത്തില്ല ഇവളുടെ വർത്തമാനം കേട്ടാൽ. അത്രയ്ക്ക് ഉള്ള മോശം കാര്യങ്ങളാണ് അതിനത്ര പറയുന്നത്. ഇനി നമുക്ക് ശ്രീലക്ഷ്മിയുടെ സങ്കടക്കാരം പിടിച്ച കാര്യങ്ങൾ എന്നാ നമുക്കൊന്ന് കേട്ട് നോക്കാം. ഞാൻ ഈ സമൂഹത്തിനോടാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ 5 മണിക്ക് രാവിലെ എണീറ്റ് കുളിച്ച് ട്യൂഷന് പോയി, അവിടുന്ന് നേരെ BEd കോളേജിൽ പോയി പഠിച്ച്, അവിടുന്ന് വീട്ടിൽ വരാതെ രാത്രി പിന്നെ അടുത്ത ട്യൂഷൻ പോയി എടുത്ത് രാത്രി 8 മണിക്ക് വന്നിട്ട് വീണ്ടും BEdന്റെ എല്ലാ വർക്കും എഴുതിയെടുത്ത് അങ്ങനെ ജോലി ചെയ്ത് ജീവിച്ച ഒരാളെ നിങ്ങൾ വേണ്ടിയെന്ന് പറയരുത്. അത് സീരിയസ് ആയിട്ട് ഭയങ്കര മോശമാണ്. കാരണം ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ ജീവിതം അങ്ങനെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്. ഞാൻ ഒരു മുന്നിൽ കരഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും എന്നെ വെടിയെന്ന് വിളിക്കുന്നത്. ഞാൻ എത്ര കഷ്ടപ്പെട്ടാ ജീവിതം. ഒരാളെ കരയുന്ന കണ്ട് സന്തോഷിക്കുന്നതല്ല, പുള്ളിക്കാരുടെ പറച്ചിൽ കേട്ട് ഞാൻ ചിരിച്ചു പോയതാണ് കേട്ടോ, വേറൊന്നും കൊണ്ടല്ല. ഒരാൾ കരയുമ്പോൾ ശത്രുവാണെങ്കിലും ചിരിക്കാൻ പാടില്ലെന്നുള്ളതാണ്. പക്ഷേ ഇത് സ്വയം വരുത്തി വെച്ച വിനയാണ്. നിങ്ങളെന്നെ അങ്ങനെ വിളിക്കാൻ പാടില്ല. ഈ കണ്ട വൃത്തികേടുകൾ മൊത്തം പറഞ്ഞു വെച്ച് നിങ്ങളെന്നെ അങ്ങനെ വിളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ പൊതുജനം അത് കേൾക്കുമോ? ഈ കമൻറ്റ് ഇടുന്നവരത് അംഗീകരിച്ച് കൊടുക്കുമോ? നമ്മളെ നേരിട്ട് കാണുന്ന ഒരാളെ നമുക്ക് പറയാം, നിങ്ങളെന്നെ അങ്ങനെ വിളിക്കരുത്, ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകും, എന്തെങ്കിലും നമുക്ക് പറയാം. പക്ഷേങ്കിൽ ഇവർ നിയമപരമായിട്ട് പോയാൽ തന്നെ ഇവരുടെ വീഡിയോസ് മൊത്തം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പേര് കേസ് വരും. അതുപോലുള്ള കാര്യങ്ങളാണ് ഇവർ പറഞ്ഞേക്കുന്നത്. അതുപോലുള്ള വേണ്ടാതീനങ്ങളാണ് ഇവർ പറഞ്ഞേക്കുന്നത്. ഇവർ പറയുന്നു ചെറുപ്പത്തിൽ അപ്പനില്ലായിരുന്നു, അതുകൊണ്ട് ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടു. ഒത്തിരിയും കുഞ്ഞുങ്ങൾ അങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട്. അവരാരും ഇമാതിരി തോന്നിവാസ വർത്തമാനങ്ങൾ പറഞ്ഞല്ല. അമ്മമാർ വളർത്തുന്ന ഒരുപാട് മക്കളുണ്ട്, അച്ഛന്മാർ മാത്രമായിട്ട് വളർത്തുന്ന മക്കളുണ്ട് ഒരുപാട്. അങ്ങനെ ഒരുപാട് മക്കളുണ്ട്. പക്ഷെ അവരാരും അങ്ങനല്ല. ഇവരൊക്കെ ഇങ്ങനെയായി പോകുന്നുണ്ടെങ്കിൽ അത് വീട്ടുകാരുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ്. കാര്യം ആ ഒരമ്മ പറഞ്ഞ കാര്യം കേട്ടില്ലേ, ഒരു മകൻ മരിച്ചപ്പം അത് അഭിനയമാണ്, അവരുടെ കരച്ചിലല്ല എന്ന് പറഞ്ഞ് ആ അമ്മ വളർത്തിയ മോളല്ലേ ഇത്. അപ്പോൾ അതുകൊണ്ട് ഇത്രയൊക്കെ പുള്ളിക്കാരി കാണിച്ച് കൂട്ടുന്നല്ലോ എന്ന് നമ്മൾ വിചാരിച്ചാൽ മതി. ഇതൊക്കെ വളരെ ചെറുതാണെന്ന് കരുതിയാൽ മതി. അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ച് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, എനിക്ക് വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ല, പക്ഷേ ആണുങ്ങളുടെ കൂടെ പോകാൻ താല്പര്യമുണ്ട്, എനിക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ ഞാൻ പോകും, എനിക്ക് മക്കൾ വേണ്ട, വിവാഹ ജീവിതം വേണ്ട, ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ ഠോ ഠോ എന്നുള്ള വിളിയേ വിളിക്കുള്ളൂ.
അല്ലാതെ ആരും മാലാഹ എന്ന് വിളിക്കാൻ വരത്തില്ല, ആരും വിളിക്കാൻ വരത്തില്ല. എല്ലാവരും അങ്ങനെ തന്നെ വിളിക്കുകയുള്ളൂ. അതൊന്നും മനസ്സിലാക്കാം. മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും മറ്റുള്ളവരെ പറയുകയും ചെയ്യുമ്പോഴത്തേക്ക് ചിന്തിക്കാം, നമുക്കും ഇങ്ങനെ ഒന്ന് കരയേണ്ട. ഇപ്പോൾ ഇവർക്ക് കരയേണ്ടി വന്നില്ല. എത്രയോ ജനങ്ങളുടെ മുന്നിലാണ് ഇവരിത് കരഞ്ഞത്. ഇല്ല, ഇവർ കരഞ്ഞുള്ള വീഡിയോസൊന്നും ഞാനങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ പൊതുവെ ഇവരുടെ വീഡിയോസ് അങ്ങനെ കാണാറില്ല. ഇടയ്ക്കെങ്ങനെ നമ്മൾ ഒരെണ്ണെങ്ങാനും വന്ന് നമ്മൾ വെട്ടുവീഴ്ച ഒന്ന് ചെറുതായിട്ട് ഇച്ചിരി കണ്ടു പോയെങ്കിൽ വീണ്ടും വീണ്ടും ആ വീഡിയോസ് തന്നെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാനിവരങ്ങനെ അധികം കാണാറില്ലെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് എനിക്ക് ഇവരെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാനും എനിക്ക് താല്പര്യമില്ലായിരുന്നു. അന്ന് ദീപക് മരിച്ച സമയത്ത് ഒരുപാട് ആൾക്കാർ ഇവർക്കെതിരായിട്ട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടായിരുന്നു. ഞാൻ ഒന്നും മിണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് താല്പര്യമില്ലായിരുന്നു ഇങ്ങനെയുള്ള ഒരു മോശം കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട്. പക്ഷേ ഇപ്പം ഇവർ കരഞ്ഞ് ഇങ്ങനെ പറയുന്ന കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇതിനെപ്പറ്റി ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. കാര്യം എന്നാന്ന് ചോദിച്ചാൽ എല്ലാ മനുഷ്യർക്കും വിഷമമെന്ന് പറയുന്ന ഒന്നുണ്ട്, ഒരു മനസ്സുണ്ട് ഏതൊരു മനുഷ്യർക്കും. അതൊന്ന് മനസ്സിലാക്കണം. പുള്ളിക്കാരിയാണേലും മറ്റുള്ളവരെ വേദനിക്കുന്ന വാക്കുകൾ പറയുമ്പോഴത്തേക്ക് തെറ്റ് ചെയ്യുന്നവരെ പറഞ്ഞോട്ടെ, നമ്മളൊന്നും പറയുന്നില്ല. തെറ്റ് ചെയ്യുന്നവരെ എന്നെ വേണേലും പറയാം. തെറ്റ് ചെയ്യാത്ത ഒരമ്മയും ഒരപ്പനെയും പറഞ്ഞ വാക്കുകൾ എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് പരിധിക്കപ്പുറമാണ് അവരാ പറഞ്ഞ കാര്യങ്ങൾ. ഒരുപാട് പരിധിക്കപ്പുറം. അവരുടെ മകൻ അവരിൽ നിന്ന് വിട്ടു പോയിട്ട് അത് ഉൾക്കൊള്ളാൻ പോലും പറ്റാതെ അവരിയ്ക്കുന്ന സമയത്താണ് ഈ നാറിയ വർത്തമാനങ്ങൾ ഇവൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് മനസ്സിലാവും. അത് അത്തരത്തിൽ ചെയ്യുന്നവരെയൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ ക്രൂശിക്കുക തന്നെ ചെയ്യണം. കാരണം എനിക്കറിയാം അച്ഛനില്ലായിരുന്നു, നമുക്കിപ്പോ വേശ്യാവൃത്തി ഞാൻ എന്തൊക്കെ പറയുന്നത്, എനിക്ക് വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ട് ജീവിക്കാം എനിക്ക്. പക്ഷെ നമ്മളെ കൊണ്ട് അത് പറ്റത്തില്ല, മനസ്സിലായോ? നമുക്ക് ഇപ്പൊ വേശ്യാവൃത്തി മോശം എന്ന് പറയുന്നത് നമുക്ക് പറ്റത്തില്ല. ആ വേശ്യാവൃത്തി എന്ന് പറയുന്ന പരിപാടി നമുക്ക് പറ്റില്ല. അങ്ങനെയാണ് നമുക്കിപ്പോ വീട്, കാറ്, എന്തെങ്കിലും ഒരു ഫോൺ വരെ എത്ര കൊല്ലം ഇത് ഹാങ് ആയി ഫോൺ പോലും മാറ്റാൻ പൈസ ഇല്ല. അപ്പം നമ്മൾ അങ്ങനെ എന്തിനാ ഈ വെടി എന്ന് പറയുന്നത്? അപ്പം അത് ഭയങ്കര മോശം. അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ച ഒരാളാണ്. ഇപ്പോഴും ഞാൻ എന്റെ എഡ്യൂക്കേഷൻ മൊത്തം കഷ്ടപ്പെട്ട് ഇപ്പൊ ട്യൂഷൻ എടുത്ത് എല്ലാവരും ട്യൂഷൻ എടുത്ത് ഞാൻ കഷ്ടപ്പെട്ട് എല്ലാവരും വീട്ടിൽ നിന്ന് പൈസ കൊടുക്കുമ്പോൾ ഞാൻ മാത്രം ഇതുപോലെ ട്യൂഷൻ എടുത്ത് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി ജീവിച്ചു. എത്ര പ്രായം തൊട്ട് ഏത് പ്രായം തൊട്ട് അത് 9ാം ക്ലാസ്സിൽ തൊട്ട് ഞാൻ ട്യൂഷൻ എടുക്കുന്നത്. ഇപ്പൊ 9ാം ക്ലാസ്സിൽ അത് എന്റെ ഒരു 14 വയസ്സ് തൊട്ട് ഞാൻ ഇപ്പൊ 30 വയസ്സായി. എനിക്ക് ആ കഴിവുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ വെടിയെന്ന് പറയരുത്. അച്ഛനില്ലാതെ ചെറുപ്പത്തിൽ വളർന്നതിൻ്റെ വിഷമമൊന്നും പുള്ളിക്കാരൻ ഒരു വർത്തമാനത്തെയും കേട്ടില്ല. അച്ഛനെ പറ്റി തീരെ മോശമായിട്ടാണ്. ഞാനും തന്തയില്ലാതെ ഉണ്ടായവളെന്നൊക്കെ പുള്ളി പച്ചയ്ക്ക് പറയുന്നതിന് ഒരു മടിയില്ല. എൻ്റെ തന്ത ഇങ്ങനെ ഓരോ വീട് തോറും കയറി ഇറങ്ങി നടന്ന് അങ്ങനെ എൻ്റെ അമ്മയുടെ അടുത്തും വന്ന് ഞാനും ഉണ്ടായി, അങ്ങനെ തന്തയില്ലാതെ ഉണ്ടായതാണ് എന്ന് പറയുന്നുണ്ട്. എത്രയോ വീടുകളിലുണ്ട് അപ്പന്മാർ മരിച്ചു പോയതും ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റിയിട്ടുള്ള സ്ത്രീകളും ഒക്കെ ഉണ്ട്. പക്ഷേങ്കിൽ അവരൊക്കെ ആ ജീവിച്ച് വരുന്ന രീതിയും അവരുടെ മക്കൾ അവരുടെ അമ്മയുടെ ആ ഒരു ബുദ്ധിമുട്ടറിഞ്ഞ് എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു, എൻ്റെ അമ്മയെ നല്ലപോലെ നോക്കണം, അല്ലെങ്കിൽ എനിക്ക് സമൂഹത്തിൽ നല്ലതായിട്ടൊരു വില വേണം എന്നും പറഞ്ഞ് ജീവിക്കുന്നവരാണ്. ഇത് അതിനേക്കാൾ മോശമായിട്ടാണ് ഇവർ ജീവിച്ച് വന്നത്. ഇവർക്കിപ്പോൾ ഇവർ ടീച്ചറാണെന്ന് പറയുന്നുണ്ട്. ഇവർ പഠിപ്പിക്കുന്ന പിള്ളേരുടെ അവസ്ഥ എന്നതായിരിക്കും? ഇങ്ങനെയൊക്കെയുള്ള ഒരു ടീച്ചർ എന്നൊക്കെ പറയാൻ പറ്റുമോ? അവർ ട്യൂഷൻ എടുത്ത് അവർക്ക് നല്ലൊരു തൊഴിലറിയാലോ. ഒരു പിള്ളേരെ അക്ഷരം പഠിപ്പിക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും നല്ലൊരു ജോലിയാണ്. ആ ജോലിയിലൂടെ തന്നെ അവർക്ക് കിട്ടുന്ന വരുമാനത്തിൽ ജീവിക്കത്തില്ല. ഈ കാണുന്ന ടീച്ചർമാരും എല്ലാം അവരുടെ ശമ്പളത്തിലല്ലേ ജീവിച്ചു പോകുന്നത്. അല്ലാതെ അവർ ഇതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് വീഡിയോയിലൂടെ പറഞ്ഞല്ലല്ലോ ജീവിച്ച് കയറിപ്പോൾ. അവർ ആ ഒരു വരുമാനത്തിലല്ലല്ലോ പോകുന്നത്. ഇവർക്ക് ട്യൂഷൻ എടുത്താൽ ഇപ്പോൾ നല്ല ട്യൂഷൻ, ഇപ്പോൾ ഫീസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു കുഞ്ഞ് ക്ലാസ്സിൽ പോലും പഠിപ്പിക്കുന്നതിന് നല്ല ഫീസാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കുമ്പോഴത്തേക്ക് ഇവർക്ക് കിട്ടുന്ന പൈസയും കാര്യങ്ങളും അത് മതിയല്ലോ ഇവർക്ക് ജീവിച്ച് പോകാനായിട്ട്. പിന്നെ ഇവർ യൂട്യൂബ് ചാനലും ഉണ്ട്. അതിനകത്തൂടെ പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ എൻ്റെ അമ്മോ, ചാനൽ തന്നെ പൊട്ടിത്തെറിച്ച് പോകും. എന്നിട്ട് എന്നെ ഇങ്ങനെ ഈ പേര് ചൊല്ലി വിളിക്കരുത് എന്ന് പറയാൻ വന്നിരിക്കുന്നത്. അതിലൊരു ന്യായീകരണവും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവരാ പറയുന്നതിൽ ഒരു കാര്യം, ഇവരങ്ങനെ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ലൈവിൽ ഇവർ വന്നോട്ടെ, ഇവരായാലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരവരോട് പ്രതികരിച്ചോട്ടെ. അവരോട് വന്ന് ഓരോരുത്തരും എന്നതെല്ലാം ചോദിക്കുന്നുണ്ട്, അവരതിന് എന്നെല്ലാം മറുപടി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് വരെ അവരെ ഈ ഒരു പേര് ആരും വിളിച്ച് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. അവർക്കൊരു ഇച്ചിരി പ്രോബ്ലം ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും അവർ ഈ ഒരു പേര് വിളിച്ച് ഞാൻ കേട്ടിട്ടേ ഇല്ല ആരും അങ്ങനെ. അവരോട് അവർ കൊടുക്കുന്ന മറുപടിയും അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കാറുമുണ്ട്. പക്ഷേ അവർ ഇങ്ങനെ വന്നേച്ച് പബ്ലിക്കായിട്ട് വന്നേച്ച് ഇവർ പറയുന്ന പോലത്തുള്ള വൃത്തികേടുകൾ അവർ പറയാറില്ല. അവർ പറയുന്നുണ്ട്, ഇല്ലെന്നല്ല, അവർ തെറിയൊക്കെ വിളിക്കാറുണ്ട്. പക്ഷേങ്കിൽ ഇവർ പറയുന്ന അതിനൊക്കെ മേലെയാണ്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇവരെ ഇപ്പോൾ ഈ വിളിക്കുന്ന പേരെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ അവർ പോലും പറയലാത്ത സൈസ് വാക്കുകളാണ് ഇവർ പറയുന്നത്. ഇപ്പം ഒരു ആൾക്ക് അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവരുടെ ശരീരം വിറ്റ് അവരുടെ മക്കളെ കുടുംബം നോക്കാൻ വേണ്ടി ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അത് തൊഴിലായിട്ട് എടുത്തവരുണ്ട് ഒരുപാട് പേര്. പക്ഷേ ഇവർ തൊഴിലായിട്ടല്ല എടുത്തേക്കുന്നത്. ഇവർക്ക് ആവശ്യമുള്ളിടത്ത് ഇവർ പോവുകഴിച്ച് തിരിച്ചു വരിക. അത് കഴിയുമ്പോൾ അത് ശരിയായില്ല, അത് കൊള്ളത്തില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് പോവുക. ഇതൊക്കെയാണ് ഇവർ തന്നെ പറഞ്ഞാണ് കേട്ടോ. അല്ല നമ്മളൊക്കെ സ്വന്തമായിട്ട് പറയുന്നൊന്നുമല്ല, ഇവരൊക്കെ തന്നെ പറഞ്ഞാണ്. എന്നാണേലും
ഇങ്ങനെ വിളിക്കില്ലേ എന്ന് സമൂഹത്തിനോട് പറഞ്ഞാൽ സമൂഹം കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരൊക്കെ എന്നതൊക്കെ വന്ന് കമൻറ്റുകൾ ചെയ്യുമെന്നുള്ളത് കണ്ടറിയാം. അതിൻ്റെയൊക്കെ ഒരു വീഡിയോയ്ക്കകത്തൊക്കെ തന്നെയാണെങ്കിലും ഇഷ്ടം പോലെ കമൻറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. അതൊക്കെ കാണുമ്പം തന്നെ അറിയാം ഇവരോട് മനുഷ്യർക്കുള്ള ഒരു താല്പര്യം എന്നാന്നും ഇവർ സമൂഹത്തിന് എന്ത് നന്മ ചെയ്യുന്നെന്നാണ് പറയുന്നത്. ഒരു നന്മയും ഇവരുടെ ഒരു വീഡിയോയ്ക്കകത്തോടെയോ അല്ലെങ്കിൽ ഇവരൊരു കാര്യത്തോടെയോ ഇവരൊരു നന്മയും ചെയ്യുന്നില്ല. ഇവർ ഒരു മോശം ഇതിലാണ്. ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു പിള്ളേരാണ് ഇവരുടെ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ വഴിതെറ്റി പോകാനുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ വീഡിയോയിലുണ്ട്. അത്രയ്ക്ക് മോശമായിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എല്ലാവരും കൂടെ ഒന്ന് ഒന്നിച്ചിരിക്കുമ്പം ഇന്ന് തന്നെ ഞാൻ ഇവരുടെ വീഡിയോ റിയാക്ട് ചെയ്യാൻ വേണ്ടി ഇവരുടെ ഇതൊന്ന് എടുത്ത് നോക്കി. എടുക്കുന്നതെല്ലാം വേണ്ടതിന് ഞാൻ പിന്നെ അത് ലാസ്റ്റ് സൗണ്ട് കുറച്ച് വെച്ച് എവിടുന്ന് എങ്ങനെ എടുക്കുന്നത് ഒന്നുമില്ല. നമുക്ക് നമ്മുടെ ചാനലിൽ അത്ര കാണിക്കാൻ കൊള്ളുന്ന കാര്യങ്ങളൊന്നും അല്ല ഇവർ പറയുന്നത്. അത്രയ്ക്ക് മോശമായിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇവരുടെ പേരടിച്ച് നിങ്ങൾ യൂട്യൂബിൽ കയറിയേ കാണാം. ഇനി ഇവരെ പറ്റി അറിയാൻ വരാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. എന്നാലും ഇന്ന് ഇത് കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നി. ശ്രീലക്ഷ്മി അറക്കൽ പറയുന്ന കാര്യങ്ങളൊക്കെ എത്രമാത്രം സത്യമുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാമേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.